ഓരോ കർമ്മത്തെ പറ്റി പറയുമ്പോൾ നമസ്കരിക്കുന്ന ഒരാൾ അവരുടെ തഖ്വയുടെ വർധന, ദൈവഭക്തിയുടെ, തഖ്വ എന്നതിന് സാധാരണ അറബിയിലെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇംതിസാലു അവാമിരില്ല വജ്തിനാബു നവാഹിഹി എന്നാണ്. അള്ളാഹു എന്തെല്ലാം ഖുർആനിലൂടെയും അള്ളാഹുവിൻ്റെ പ്രവാചകനും എന്താണോ പഠിപ്പിച്ചിട്ടുള്ളത് അത് ജീവിതത്തിൽ ഏറ്റെടുക്കുക എന്നതാണ് തഖ്വ എന്ന് പറയുന്ന കർമ്മം. അല്ലാതെ ഒരാളുടെ ഹാവഭാവങ്ങളോ വസ്ത്രങ്ങളോ ഒന്നുമല്ല. ദൈവം അള്ളാഹു പഠിപ്പിച്ചതുപോലെ ജീവിക്കുക, ഇതാണ് ഒരാൾക്ക് ഇബാദത്തുകളിൽ നിന്ന് കിട്ടേണ്ടത്. നിസ്കാരം മനുഷ്യനെ ആ രൂപത്തിൽ ശുദ്ധീകരിക്കുകയും അങ്ങനെ ആ ഒരു ട്രാക്കിലേക്കും ചാനലിലേക്കും തിരിച്ചു വിടുകയും ചെയ്യുമെന്നതാണ്. നോമ്പിനെ പറ്റി പറഞ്ഞപ്പോൾ അതന്നെ പറഞ്ഞത്, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത്, മുമ്പുള്ള തലമുറക്ക് നോമ്പ് നിർബന്ധമാക്കിയത് നിങ്ങളിൽ തഖ്വ ദൈവഭക്തി എന്ന ഗുണം ഉണ്ടാവാനാണ്. ഹജ്ജിനെ സംബന്ധിച്ച് പറയുമ്പോഴും ബലി അതിലൊരു പ്രധാനപ്പെട്ട കർമ്മമാണ്. ആ ബലിയെ പറ്റി ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ബലിയിറക്കുന്ന ഒരു മൃഗത്തിൻ്റെ രക്തമോ മാംസമോ അള്ളാഹുവിന് ആവശ്യമില്ല, അത് ആവശ്യമില്ല. പക്ഷെ നിങ്ങളുടെ ഒരു സന്നദ്ധയും സമർപ്പണം, അല്ല യനാലല്ലാഹ ലുഹൂമുഹ വലാ ദിമാഉഹ വലാകിൻ യനാലുഹു തഖ്വ മിൻകും, അതാണ് നോക്കുന്നത്. ഹജ്ജിന് വേണ്ടി ഒരുങ്ങാൻ പറഞ്ഞ സമയത്തും പറഞ്ഞു നിങ്ങൾ ഹജ്ജിനുള്ള എല്ലാ പാതയങ്ങളും ഒരുക്കണം. വതസവ്വദു ഫഇന്ന ഖൈറ സാദി, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഈ യാത്രാ പാതേയമായി നിങ്ങളിൽ ഉണ്ടാവേണ്ടത്, പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും വർദ്ധിക്കേണ്ടതും തഖ്വ എന്ന ഗുണമാണ്. അപ്പോൾ ഒരു പൂർണ്ണമായ ഒരു മുത്തഖിയായി ഒരു ഹാജി തിരിച്ചു വരുന്നു എന്നതാണ്. അത് ജീവിതത്തിൽ നിലനിർത്തും എന്നൊരു പ്രതിജ്ഞയാണ് അയാൾ അവിടെ വെച്ച് പുതുക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അവസാന ഭാഗത്തുള്ളതുപോലെ ഒരു ഹാജി, നമ്മളിപ്പോൾ മറ്റെല്ലാ ഇബാദത്തുകളും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റൂഹ് ജീവിതത്തിൽ നിലനിർത്തണം. അത് പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് നിലനിർത്താൻ കഴിയുന്നില്ല. ആ ഒരു കുറവ് കാണുന്നത് പോലെ തിരിച്ചു വരുന്നവരിലും ആദ്യത്തിലൊക്കെ ഈ ഒരു ഇത് കാണും. പിന്നെ പഴയതിലേക്ക് മടങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എന്നാലും ഭൂരിപക്ഷം ഹാജിമാരും അവർക്ക് അവിടെ നിന്ന് കിട്ടിയ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജീവിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മുടെ അനുഭവവും അങ്ങനെ തന്നെയാണ്.